ഹായ് ഹലോ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ നമ്മുടെ സ്റ്റാലിനി ജോസഫ് സത്യങ്ങളെല്ലാം റീത്തമ്മയോട് തുറന്നു പറയുന്നുണ്ട്. എന്തായാലും റീത്തമ്മയ്ക്കും അവരുടെ ഫാമിലിക്കും ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇനിയും ഇങ്ങോട്ട് വരും, പക്ഷെ അത് ഇതുപോലെ ആയിരിക്കില്ല. ഞങ്ങൾക്ക് 4 ആങ്ങളമാരുണ്ട്, അവരെയും കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വരിക. എന്തായാലും ഇതൊരിക്കലും ഞങ്ങൾ ക്ഷമിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാലിനി ജോസഫ് പറയുന്നത്, ഇതൊരിക്കലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൽസമ്മയുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് വെക്കുക, അതായത് നമുക്ക് ഡിവോഴ്സ് നടത്താന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി കേട്ടപ്പം അവർക്ക് കൂടുതൽ ഷോക്കഡ് ആയിപ്പോയി. എന്തായാലും തൽക്കാലം അവരിവിടുന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ ആൻറ്റപ്പൻ ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, പൗലോസ് ഒന്നും ഇപ്പോഴും ഇവിടെ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ പൗലോസ് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൗലോസ് ചേട്ടനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പൗലോസ് ചേട്ടനോട് പറയുന്നുണ്ട്, നീയൊന്നും ഇവിടെ ഇല്ലേടാ, നീയൊക്കെ ഉണ്ടായിട്ടാണോ ഇവിടെ ഒരു അലവലാതി കയറി കൂടി ഇവിടെ സ്ഥാനം ഉറപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പൗലോസ് ചേട്ടനും അവൾ വന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വരെ എത്തിയിരുന്നു, പക്ഷെ ഞാനത് കൈ കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീയല്ലേ ഇവിടെ അവൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്നത്, അതുകൊണ്ട് നിനക്ക് അതിൽ വല്ല സോഡക്കാരോ മറ്റെന്തെങ്കിലും ചേർത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, അത് കൊലപാതക കേസാവില്ല, അതുകൊണ്ട് ഞാനൊന്നും നോക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അവളെ കൊല്ലാനൊന്നുമല്ലല്ലോ പറഞ്ഞത്, ഇവിടുന്ന് പുകച്ചു വിടണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും അവൾ അയാളുടെ മകൾ തന്നെയാണോടാന്ന് ചോദിക്കുന്നുണ്ട് പൗലോസ് ചേട്ടനോട്. പൗലോസ് ചേട്ടൻ പറയുന്നത്, ഒരിക്കലുമല്ല, അത് വെറുതെ പറയുന്നതാണ്. അല്ലെങ്കിൽ എങ്ങനെ ഇന്നലെ പൊട്ടിമുളച്ച് വന്നതാണോ, ആകാശത്തുനിന്നോ ഭൂമിയൊന്നോ പെട്ടെന്നൊരു മകൾ വരുമോ? ഇല്ലല്ലോ, ഇതൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം, അവളുടെ മുറി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അവളുടെ മുറി മുകളിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടെൽസയും ആൻറ്റപ്പൻ ചേട്ടനും എല്ലാവരും കൂടി മുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നേരെ പോയിട്ട് ടെൽസ വാതിൽ അടിച്ചു പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കതവ് തുറക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് കൊച്ചടങ്ങിയിരിക്കുന്നൊക്കെ നമ്മുടെ റീത്താമ്മ ചേച്ചി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞ് നമ്മുടെ അലീന തലയിൽ മുണ്ടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ റൂമിൽ നിന്ന്. എന്നിട്ട് നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചി, ഇത് ഞാനാണ്, ഇത് എൻ്റെ പപ്പയുടെ വീടാണ് എന്നൊക്കെ നമ്മുടെ ടെൽസ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആണോ, ഞാൻ പപ്പയുടെ മകളാണെന്ന് പറയുമ്പോൾ, അതെ ഞാനും ആ പപ്പയുടെ മകളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓ, അപ്പം എൻ്റെ ചേച്ചിയാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ടെൽസ. അത് കേട്ടിട്ട് ദേഷ്യം വരികയാണ് നമ്മുടെ റീത്തമ്മയ്ക്ക്. നമ്മുടെ അലീനയുടെ കൈയൊക്കെ ആ കൊച്ചു പിടിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ വേർപെടുത്തുന്നുണ്ട് നമ്മുടെ റീത്തമ്മ. എന്തായാലും അവളോട് ദേഷ്യപ്പെടാനും ശ്രമിക്കുന്നുണ്ട്, അതായത് നമ്മുടെ അലീനയോട് കേട്ടോ. സംഭവം അലീനയ്ക്കൊന്നും മനസ്സിലായിട്ടില്ല, ഇതാരാ എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും സ്വത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി വന്ന നിന്റെ ഈ ഒരു അഭിനയം കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ റീത്തമ്മ അവിടുന്ന് പോകുന്നത്. തൽക്കാലം ഞാൻ ഇവിടുന്ന് പോവുകയാണ്, പക്ഷെ ഇത് എന്നേക്കുമുള്ള പോക്കാണെന്നൊന്നും നീ വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആൻറ്റപ്പച്ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, അത് ആരാ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റപ്പച്ചേട്ടൻ പറയുന്നുണ്ട്, അത് ഇവിടുത്തെ എൽസമ്മ ചേച്ചിയുടെ ചേച്ചിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ആ കുട്ടി പപ്പയുടെ മോളാണെന്ന് പറഞ്ഞത് ശരിയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് പപ്പയുടെ മോള് തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അയ്യോ, അപ്പം എൻ്റെ അനിയത്തിയില്ലേ, എനിക്ക് അവളെ ശരിക്കൊന്നും കാണാനൊന്നും കഴിഞ്ഞില്ലല്ലോ, അവൾക്ക് എന്താ പറ്റിയത്, എന്താ സൈക്കാട്രിസ്റ്റിനെ ഡോക്ടറെയൊക്കെ കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ കുട്ടിക്ക് ജനിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, പിന്നെ എന്താ പറ്റിയതെന്നൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവളെ ഒന്നുകൂടി കാണണമെന്ന് അലീനയ്ക്ക് കൊതിയായി, കാരണം അവളുടെ ബ്ലഡ് കൂടിയാണല്ലോ ഈ വന്ന് കയറിയത്. അതുകൊണ്ട് തന്നെ കാണാനും കൈ പിടിക്കാനൊക്കെ അവൾക്കും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവർ പോകാനുള്ള തയ്യാറെടുപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ടെൽസ് ചെരുപ്പൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്, പക്ഷെ ചെരുപ്പിട്ടിട്ട് ആൾ കയറിയത് വീണ്ടും അകത്തേക്ക് തന്നെയാണ്. കാരണം അവൾക്ക് ഇവിടുന്ന് പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് റീത്തമ്മ ചേച്ചിയോട് പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാം, പപ്പയുടെ കൂടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിന്നെ ഇവിടെ ആര് നോക്കാൻ, അവിടെ അങ്കിളും അതുപോലെ തന്നെ നിന്റെ മമ്മിയും ഞാനൊക്കെ ഇല്ല നിന്നെ നോക്കാൻ, ഇവിടെ ആരാ നിന്റെ പിന്നാലെ ഓടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ പപ്പ ഉണ്ടല്ലോ എന്നെ നോക്കാൻ അവൾ പറയുന്നുണ്ട് കേട്ടോ. ഓ, നിന്റെ പപ്പ 24 മണിക്കൂറും കുടിച്ചു നിൽക്കുന്ന നിന്റെ പപ്പയാണല്ലോ നിന്നെ നോക്കാനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്കിവിടെ ചേച്ചി ഉണ്ടല്ലോ എന്നെ നോക്കാൻ എന്ന് പറയുമ്പോൾ റീത്തമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ടോ, ചേച്ചിയോ, എവിടുന്നോ പൈസ ഇറക്കി കൊണ്ടുവച്ച ചേച്ചിയാണ് നീ, നിന്റെ ചേച്ചി എന്ന് പറയുന്നത്, അത് നിന്റെ ചേച്ചി ഒന്നല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അലീന താഴെ എത്തി കഴിഞ്ഞു. അപ്പോൾ അവൾ വരുന്ന സമയത്ത് കേൾക്കുന്നത് നമ്മുടെ ടെൽസയ്ക്ക് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന കേട്ടോ. എന്തായാലും അത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, അവൾ ഇവിടെ നിന്നോട്ടെ, നാളെ ഞാൻ കൊണ്ടാക്കി തന്നാൽ പോരെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ റീത്തമ്മ പറയുന്നുണ്ട്, നീ ആരാടി എന്നോട് സംസാരിക്കാൻ, നീ എന്നോട് സംസാരിക്കാൻ മാത്രം ആളായോ, ഇവിടുത്തെ സ്വത്തൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി വന്ന ഏതൊരു പെണ്ണല്ലേ നീ, ഇതൊക്കെ കേട്ട് നിൽക്കുക എന്നല്ലാതെ അലീന തിരിച്ചൊന്നും മറുപടി ഇപ്പം തൽക്കാലം പറയുന്നില്ല കേട്ടോ. എന്തായാലും കാറിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ എൽസമ്മ നിൽക്കുന്നുണ്ട്. അതിന്റെ മുൻപ് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഞങ്ങൾ പോയി കഴിഞ്ഞു എന്ന് നീ സമാധാനിക്കൊന്നും വേണ്ട, എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, പക്ഷെ അത് ഇതുപോലത്തെ വരവായിരിക്കില്ല, എന്തായാലും 90 ദിവസം നിനക്ക് സമയം തരാം, അതിന്റെ ഉള്ളിൽ നീ പോയാൽ നിന്റെ ഭാഗ്യം എന്ന് കൂട്ടിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നേരെ ടെൽസയും പിടിച്ചു വലിച്ചു കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന നേരെ റൂമിലേക്ക് പോകുന്നുണ്ട്. റൂമിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവർക്ക് ചെറിയ രീതിയിലൊക്കെ ടെൻഷനൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ സ്റ്റാലിനി ജോസഫ് മദ്യപാനം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ന് കുറച്ച് കൂടുതലായിരിക്കും സ്വാഭാവികമായിട്ടും, കാരണം കുറച്ച് അധികം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീത്തമ്മ വന്നതേ അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ ഇത്തരത്തിലുള്ള
കാര്യങ്ങളൊക്കെ സംസാരിച്ചതും. എന്തായാലും അതൊക്കെ ആലോചിച്ചിട്ട് അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ റൂമിലേക്ക് അവർ വന്നിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ വന്നിരുന്നു, വന്നിട്ട് പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിന്നോട് ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, എനിക്ക് 90 ദിവസം സമയം തന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ പോയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ സ്റ്റാലിനി നല്ല കുടിച്ചിട്ട് തന്നെയാണ് അങ്ങോട്ട് വന്നത്. അത് നമ്മുടെ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം കാലുകളൊക്കെ ഇടറുന്നുണ്ടായിരുന്നു, പിന്നെ സംസാരിക്കാനൊക്കെ ചെറിയ രീതിയിൽ പറ്റാതെയും ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അയാൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് അവരെ തീരെ ഇഷ്ടമല്ല, അവളുടെ പേര് പോലെ തന്നെയാണ് അവരുടെ സ്വഭാവം. റീത്താമ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് മനസ്സിലായോ അതിന്റെ അർത്ഥം? ഓ, അതിന് പ്രത്യേകിച്ച് അർത്ഥമൊക്കെ ഉണ്ടോ പപ്പ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്, എല്ലായിടത്തും പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് റീത്ത് വെക്കുന്ന അവളാണ് എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അവൾ തന്നെയാണ്. എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവർക്ക് എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, കാറ് വാങ്ങിക്കൊടുത്തത് ഞാനാണ്, എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഏറ്റവും വലിയ ശത്രുവും ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ട് പപ്പ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവരുടെ ശത്രുവായി മാറിയത്? ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അവരുടെ ഏറ്റവും വലിയ ശത്രു ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പ്രീതമ്മ വന്നത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നീ ഇവിടുന്ന് പോകണമെന്നല്ല ഞാൻ പറയുന്നത്, നിന്നോട് ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അയാൾ, അതായത് സ്റ്റാലിനി ജോസഫ്. അന്നേരം അവൾ പറയുന്നുണ്ട്, എനിക്ക് ടെൻഷൻ നല്ല രീതിയിലുണ്ട്, പക്ഷെ അത് എൻ്റെ കാര്യം ആലോചിച്ചിട്ടില്ല, പപ്പയുടെ കാര്യം ആലോചിച്ചിട്ടാണെന്ന് പറയുന്നു കേട്ടോ. അതൊന്നും നീ ആലോചിക്കേണ്ടാന്ന് നമ്മുടെ അലീനയോട് പറയുന്നുണ്ട് സ്റ്റാലിനി ജോസഫ്. ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല പപ്പ, ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല, ഞാൻ കാരണം പപ്പയുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് സ്റ്റാലിനിയോട് അവൾ പറയുന്നുണ്ട് കേട്ടോ. നീ കാരണം ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല, നീ വരുന്നതിന് മുൻപേ ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെയൊക്കെ തന്നെയാണ്, നീ ഇവിടുന്ന് പോയാലും അതിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തു തന്നെയായാലും ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ ഇവിടെ നിൽക്കുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നതല്ലേ പപ്പ നല്ലതെന്ന് അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ഇവിടുന്ന് പോയാൽ ഒരു പ്രശ്നവും ഇവിടെ തീരാൻ പോകുന്നില്ല, ഇപ്പോഴത്തെ പ്രശ്നം അതാണെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ ടെൻഷൻ അടിക്കേണ്ട അലീന എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റാലിനി ജോസഫ് റൂമിൻ്റെ വാതിലേക്ക് അടിച്ച് അവിടുന്ന് പോകുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം അവരുടെ വീട്ടുകാരെല്ലാവരും ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി, ഇനിയും എല്ലാവരും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവരുടെ ഫാമിലി ലൈഫ് ആലോചിച്ചിട്ടൊക്കെ അവൾക്ക് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം അവൾ പപ്പയോട് പറഞ്ഞിട്ടുണ്ട്, അവർ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, കാരണം അവരെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു മകൾ പെട്ടെന്ന് വന്നു, അത് സ്വത്ത് പിടിച്ചെടുക്കാനായിരിക്കുമെന്ന് വിചാരിക്കും. പിന്നെ ഇതിനു മുൻപുള്ള ബന്ധം എല്ലാം അവർ പെട്ടെന്ന് ഒരു ദിവസം അറിയുമ്പോൾ അവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അതുകൊണ്ട് അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. എന്തു തന്നെയായാലും അവൾ കാരണം ഒരു ഫാമിലിയിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്നാണ് അവൾ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ സ്വന്തം അമ്മയെ വിട്ടിട്ട് കടപ്പാട്ടൂരിൽ നിന്ന് വരെ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇവിടെ നിന്ന് പോയാലും കുഴപ്പമില്ല, താൻ കാരണം തൻ്റെ പപ്പയ്ക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, പപ്പയുടെ ഫാമിലിയിൽ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. എന്തായാലും നമ്മുടെ സ്റ്റാലിനിക്ക് അവൾ ഒരിക്കലും ഇവിടുന്ന് പോകണമെന്ന് ആഗ്രഹമില്ല, അവൾ ഇവിടെ തന്നെ ജീവിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് തൻ്റെ സ്വന്തം ഭാര്യയെ പോലും അയാൾ ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. കോടതി ഒരിക്കലും ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിച്ച് തീർക്കണമെന്നോ എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ അയാൾ റീത്തമ്മയോട് പറയുന്നുണ്ട്. ഇതൊക്കെ എന്തായാലും നമ്മുടെ എൽസം അറിയുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കായിരിക്കും പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്, യൂട്യൂബിലാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.